ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാം സുഖല്ലേ? നമ്മളെ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഒരു ബേസ് അതായത് അടിത്തറ മര്യാദയ്ക്ക് പണിതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സാധനം ചടപടയത് നമ്മളെങ്ങനെ വീണ് പോകുന്നു പറയില്ലേ. ആ ഒരു സംഭവം ഞാൻ നേരിട്ട് കണ്ടു. വീടല്ല, അതായത് നമ്മളൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഭാഷ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഈ സാധനം നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പൊ ഞാൻ തന്നെ മുന്നേ 2 വർഷം മുമ്പേക്കുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ട്രക്ക് ഓടിക്കാനായിട്ട് കാനഡയിൽ ഇംഗ്ലീഷ് അറിയേണ്ട കാര്യമില്ല, നിർബന്ധമില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാല് കാലഘട്ടം മാറിപ്പോയി, എനിക്കിത് തിരിച്ചു പറയേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇപ്പൊ ഏകദേശം ഉച്ച സമയമായി, കാലത്ത് ഞാൻ ഒരു വലിയൊരു സംഭവത്തിന് ദൃക്സാക്ഷിയായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇനി കാനഡയിൽ ഈ സാധനം ആവശ്യമുണ്ട്. ഞാൻ ആദ്യം നടന്ന സംഭവം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ കമ്പനിയിലേക്ക് പോകാനായിട്ട് നോർമലി 2 വഴികളുള്ളത്. ഗേറ്റ് കടന്നിട്ട് ഇങ്ങനെ ഒരു 1/4 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരണം കമ്പനിക്ക്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ 2 ലൈനാണുള്ളത്. ആ 2 ലൈനിൽ ഒന്ന് പുറത്തെ വണ്ടിക്കാർക്ക് വന്നിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള ലൈൻ, റൈറ്റ് സൈഡിലുള്ള ലൈൻ എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള അത് സ്വന്തം ആൾക്കാർക്ക് കയറാനുള്ള ലൈൻ. അതെല്ലാ കമ്പനിയിലും ഉണ്ടാവും. ഇങ്ങനത്തെ കമ്പനികളിലാക്കിയും ഔട്ട്സൈഡേഴ്സ് വരുന്ന കമ്പനികളിൽ കംപ്ലീറ്റ് പുറമക്കാർക്ക് ഒരു വഴി, സ്വന്തക്കാർക്ക് വേറെ വഴി, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോ ഞാൻ നോക്കിയപ്പോ പുറത്തുനിന്ന് വരുന്ന വഴി ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ മാതിരി ലെങ്തില് ഇത് കിടക്കാണ്. എന്ത് കിടക്കാണ്? ലൈനപ്പാണ്. നമ്മുടെ ലൈൻ ഫ്രീ ആണ്. ഞാൻ ഇവിടെ നൈസായിട്ട് കയറി വന്നു. നോക്കിയപ്പോ രണ്ടാമത്തെ വണ്ടിയാണ് എന്റെ. കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് ആ വണ്ടി കടന്നു പോയി. ഞാൻ അവിടെ ചെന്നു. ഞാൻ ചെന്നപ്പോ കാണുന്ന സീൻ എന്താ വെച്ചെങ്കില്, ഒരു 50 പോരാ, ഒരു 60 ഉണ്ടാവും വയസ്സുള്ള ഒരു അപ്പാപ്പൻ, ഒരു പഞ്ചാബി. പുള്ളി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഡിസ്പാച്ചർ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണുണ്ട്, ഈ TIR എന്ന് പറഞ്ഞിട്ട് സാധനം അടിക്കണ പെണ്ണ. അത് റെസീറ്റ് പോലത്തെ സാധനം, ഈ ട്രാൻസ്ഫർ അടിക്കാന്ന് പറയും, പേപ്പർ. അപ്പൊ ഈ ബില്ല് കൊടുത്താലേ കണ്ടെയ്നർ കിട്ടുള്ളൂ. അങ്ങനെ ഇവരവിടെ നിൽക്കുന്നുണ്ട്. ഇവരവിടെ നിന്നിട്ട് ഒരാളോട് പറയാണ്, നിന്റെ ഡിസ്പാച്ചർ 9:30 കാര്യങ്ങൾ എല്ലാം ചെയ്തു, പക്ഷെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഇൻസ്ട്രക്ഷൻ വന്നിട്ടില്ല കണ്ടെയ്നർ റിലീസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നീ ഇതിന് യാർഡിനകത്തേക്ക് കയറണം, സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു തരും, നീ U-ടേൺ അടിക്കണം, തിരിച്ചു പോയിട്ട് പുറത്ത് യാർഡിൽ നീ വെയിറ്റ് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ ഇയാള് ഹാഞ്ചി 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 എന്ന് പറഞ്ഞിപ്പുണ്ട്. അതുകൊണ്ട് ഇയാൾ പോണില്ല. അപ്പൊ അവസാനം ഇവര് ഓക്കെ, ഗോ ഔട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആള് എന്നും പറഞ്ഞിട്ട് ഈ റൂമിന്റെ പുറത്ത് നിന്നു. പുറത്തെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം ബിൽഡിങ്ങിൽ കയറി കഴിയുമ്പോൾ ഒരു എന്താ പറയുക, സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. അകത്ത് തന്നെ ഒരു വിശാലമായ സ്ഥലമുണ്ട്. അതിന്റെ ഒരു സൈഡിലാണ് ഈ മുറി. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആശാൻ ഈ പറഞ്ഞ ഏരിയയിൽ ആ ഓപ്പൺ സ്പേസിലാണ് നിന്നു. അപ്പൊ എനിക്കുള്ള ഇത് അടിക്കേണ്ട സമയം ഞാൻ നല്ല, ആ പെണ്ണാണെങ്കിലോ വളരെ നല്ല സ്ത്രീയാണ്, ഒരു രീതിയിലുള്ള വേറെ കച്ചറൊന്നുമില്ല, നല്ല ക്ഷമയുള്ള പെണ്ണെന്ന് പറയാം. ഇപ്പൊ അവിടെ സിഗരറ്റ് വലിക്കും. ഞാൻ ജസ്റ്റ് ആ പെണ്ണെ പറ്റി പറയാം, നേച്ചർ പറയാട്ടാ. അവര് സിഗരറ്റ് വലിക്കും. ഇവര് തന്നെ നമ്മളിപ്പോ വണ്ടി കൊണ്ടുവരുമ്പോ അവിടെ സിഗരറ്റ് വലിക്കുന്നുണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനടി അവര് ടാബ്ലറ്റ് കൊണ്ടാ പോവാ സിഗരറ്റ് വലിക്കാൻ പോകുമ്പോ. അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നമ്പറില്ല അടിച്ച് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നമ്മളോട് കൈ ഇങ്ങനെ കാണിക്കും, സാധനം ഉണ്ട് എടുത്തോ എന്ന് കാണിക്കും. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പ്രിന്ററിൽ പേപ്പർ ഒന്നുണ്ടാവും, അടുത്ത് പോവാ. അത്രയും ഹെൽപ്ഫുൾ ആയിട്ട്. അല്ലാതെ ഞാൻ സിഗരറ്റ് വലിക്കാണ്, നീ അവിടെ 2 മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ ടൈപ്പ് അല്ല പെണ്ണ്. ഭയങ്കര ഹെൽപ്ഫുള്ളാ. അങ്ങനെ ഈ പെണ്ണ് ഇയാളുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു. വീണ്ടും സീറ്റ് വന്നിരുന്നു. എന്റെ ഇത് ഇങ്ങനെ കടകട അടിച്ച് തരുമ്പോ നോക്കിയപ്പോ ആളോടെ നിൽക്കുക. അപ്പൊ ആള് വീണ്ടും വിളിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഈ മോണിറ്റർ തിരിച്ചു വെച്ചു. ഈ ക്യാമറ കാണിക്കാണ്, സി ബിഗ് ലൈൻ അപ്പ്, ഓക്കെ, സോ യു ഹാവ് ടു പ്ലീസ് എന്ന് പറയാണ്. അപ്പൊ ഇത് പറഞ്ഞ വശം ഈ പാവോട് പറയാ യാ. അതായത് പുള്ളി വിചാരിച്ച് ഇത് വലിയൊരു ലൈനപ്പ് ഉണ്ട് എന്ന് വെറുതെ കാണിക്കുന്നതാണ്. ഈ ലൈനപ്പിന്റെ കാരണം ഇവനാ. അതായത് കഴിഞ്ഞ 25 മിനിറ്റ് ആയിട്ട് ഇവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇവന് കണ്ടെയ്നർ റിലീസ് ചെയ്യാനുള്ള സാധനം വന്നിട്ടില്ല. ഈ പെണ്ണ് അറിയാവുന്ന ഭാഷയിലേക്ക് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് ഗോ ഔട്ട് എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്ത് ചെയ്ത്, ഫോണില് ഈ ഡിസ്പാച്ചർ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിന്റെ പുറത്ത് ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് വീണ്ടും അപ്പൊ ഈ പെണ്ണിനോട് പറഞ്ഞു, നീ അവന്റെ ഇതില്ല, നീ പോയി പറഞ്ഞു മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ദൈവം തമ്പുരാൻ സഹായിച്ച് ഹിന്ദിയില് ഈ ഊന്നല്ലാണ്ട് വേറെ ഒറ്റ സാധനം എനിക്കറിയില്ല. ഞാൻ പഠിക്കണ കാലത്തെ എനിക്ക് ഇത്ര ദേഷ്യമുള്ള ഒരു സാധനം എന്ന് അറിയില്ല, ഒരു ഭാഷ. ഞാൻ എന്തൊട്ട് ചെയ്യേണ്ട കർത്താവ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനോട് കാര്യം എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും ഇത് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് പറഞ്ഞു, ഭായി ബഡാ ലൈൻ, ഓക്കെ ഗോ എന്ന് പറഞ്ഞു. ജാന്ന് എനിക്ക് വാക്കിൽ വരുന്നില്ല.
പിന്നീട് ആലോചിച്ചപ്പോ വന്നു, ഞാൻ പിന്നെ ഹിന്ദിയിൽ പറഞ്ഞു തുടങ്ങി, ഞാൻ പുള്ളിയുടെ ഇംഗ്ലീഷിൽ പറഞ്ഞു പിന്നെ നോർമലി. അപ്പോഴും പുള്ളി അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ സകല പിരിമ്പുട്ടി. ഇവളുണ്ട് ഇറങ്ങി വന്നിട്ട് നമ്മളേതാണ്ട് നമ്മളിപ്പോ ഒരാളെ ചൂണ്ട് മർമ്മത്തിൽ നിർത്താന്ന് പറയില്ലേ, യോ ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഒരു എന്താ പറയാ ഒരു 10-200 മീറ്റർ അപ്പുറത്തുള്ള ഗേറ്റിലേക്ക് ഇവനിങ്ങനെ ചൂണ്ട് പറമ്പത്തിൽ വരുത്തി. അപ്പോഴേക്കും അവിടെ സെക്യൂരിറ്റി കണ്ടു. ആ സെക്യൂരിറ്റി ഒരു ഹിന്ദിക്കാരനായിരുന്നു. പുള്ളി ഓടി വന്നു, എന്താ പറ്റിയെന്ന് വേണം ചോദിച്ചു. അപ്പൊ ഇവള് കറക്റ്റ് കാര്യം പറഞ്ഞു, ഇവന്റെ ബോക്സ് ഇങ്ങനെയാണ്, റോട്ട് തൊട്ട് ലൈനപ്പ് ആയിട്ടുണ്ട്, ഇപ്പൊ പോലീസ് വരും, ഇവനോടൊന്ന് പോവാൻ പറ, എത്ര പണ്ട് റിപ്പോർട്ടറും മനസ്സിലാവില്ല പറഞ്ഞു. അപ്പൊ അവന്റെ കറക്റ്റ് ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാളുടെ മുഖത്ത് അയ്യോ നായി, ഇയാള് വേഗം ഇങ്ങനെയും കാണിച്ചിട്ട് കാണിച്ച് ഇയാള് വേഗം വണ്ടി എടുത്ത് പോയി. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കില്, അപ്പൊ ഞാനിത് കഴിഞ്ഞപ്പോ ഈ പെണ്ണിനെ ഞാൻ പറഞ്ഞു, വെറോണിക്കാന്ന് പേര്, ഞാൻ പറഞ്ഞു വെറോണിക്ക നിനക്ക് BP പിൽസ് കയ്യിൽ വെച്ചോ, കാരണം നിനക്ക് ഈടായിട്ട് കുറച്ച് BP കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഇനി BP കൂടാ ഞാൻ പറയുന്നില്ല, ഇനി ഇങ്ങനത്തെ ആൾക്കാരോട് കൂടാൻ പോവാണ്. അവിടെ ഒരു കമ്പനിയിൽ, ആ പേര് പറയുന്നില്ല, ആ കമ്പനിയില് 150 പേരെയാണ് പുറത്താക്കിയേക്കണേന്ന് പറഞ്ഞു. ചോദിച്ചു എന്താ അവര് കമ്പനി കൂട്ടാൻ പോവാണെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് കമ്പനി കൂട്ടല്ല, ട്രംപിന്റെ പ്രശ്നം ഉണ്ടായില്ലേ, അവിടെ US പോയിട്ട് ഒരു ഡ്രൈവർ പോയിട്ട് ഒരാളെ കൊണ്ടിടിച്ചു, കൺസ്ട്രക്ഷൻ സോണിൽ കൊണ്ടിടിച്ചിട്ട് അവിടെ കോംപ്രഹെൻസീവ് ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഈ കമ്പനിക്കാര് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സ്പോട്ടിൽ സാധന ലൈസൻസ് പ്രശ്നാവലും അലമ്പാ. കമ്പനിക്കാർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. കമ്പനിക്കാർ എന്ത് ചെയ്തേ, കമ്പനിക്കകത്ത് തന്നെ മിനിമം ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്താണ്. മിനിമം വായിക്കാനും മിനിമം എഴുതാനും കേട്ടാ മനസ്സിലാവും, 3 കാര്യങ്ങളാ. ഈ സാധനം ഇല്ലാത്തവർക്ക് ജോലിയില്ല, പൊക്കോ. ഈ ആൾക്കാർ കംപ്ലീറ്റ് അവിടത്തെ പണ്ടത്തെ മൂപ്പന്മാരാ. 2 ട്രക്കുകളുള്ള ആൾക്കാർ വരെ ഉണ്ടെന്ന് അതിനുള്ളില്. അവരൊക്കെ ഇപ്പോ ജോലി ഇതാക്കി അവര് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ അവർക്ക് US പോകാൻ പറ്റില്ല. ഇവര് കംപ്ലീറ്റ് ഇപ്പൊ കാനഡയുടെ അകത്ത് നിന്ന് കളിക്കുക. ഇങ്ങനത്തെ ആൾക്കാരാണ്. ഇപ്പൊ ഈ പെട്ട ഒരാളാണ് ഇയാള്. അപ്പോ ഈ പെണ്ണ് പറയും, ഇതിപ്പോ എന്ത് ചെയ്യാ, ഞാൻ എത്രയും പെട്ടെന്ന് റിട്ടയർമെന്റ് എടുത്ത് പോവാണ്, ഇവറ്റങ്ങളെ മേക്ക് എളുപ്പമാണ്, എനിക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റുന്ന അവള് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ കണ്ടുന്ന കാലത്ത് ഞാൻ ദൃക്സാക്ഷിയായ ഒരു കാര്യമാണ്. ഞാൻ പറയണ ഇത്രേ ഉള്ളൂ, കാര്യങ്ങള് കുറച്ച് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഈ ഒരു പ്രശ്നം വരും. ഇന്ന് ഒരു പഞ്ചാബി ആണെങ്കിൽ നാളെ ഇതൊരു മലയാളി ആവാൻ പാടില്ല എന്ന് ഉള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയാണ്. കാരണം പൊതുവെ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര എന്താ പറയാ, പഞ്ചാബികളെ അല്ലെങ്കിൽ ഇന്ത്യൻസിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും നഴ്സുമാരും എല്ലാവരും ഉള്ളത് നമ്മുടെ മലയാളീസാണ് ഒരു വെപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും വിചാരം നമുക്ക് നല്ല ഭാഷാ പ്രാവീണ്യം ഉണ്ട് എന്നുള്ളതാണ്. കുറെ ആൾക്കാർ ഇതില്ലാത്തതിന്റെ പേരിൽ ടീമായിട്ട് ഇപ്പോഴും നമ്മുടെ മലയാളികൾ കാലിഫോർണിയ പോകുന്നുണ്ട്. അവരൊറ്റയ്ക്ക് പോകുന്നില്ല, കാരണം ഒറ്റയ്ക്ക് ബോർഡറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫേസ് ചെയ്യാനുള്ള മടി കാരണം കൊണ്ട്. ശരിക്കും എന്റെ പൊണ്ണു ചേട്ടന്മാരെ, ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം അവിടെ അങ്ങനത്തെ ഒരു നിയമം വന്നു. പണ്ട് കാലത്ത് ബാക്കപ്പ് പോലും അറിയാത്ത ട്രക്ക് ഡ്രൈവർമാരെ കമ്പനിയിൽ നിന്ന് $20 കൊടുക്കും. ഞാനും വേറെ ആളും കൂടി പോവാണ്, 2 പേർക്കും ബാക്കപ്പ് ചെയ്യാറില്ല. ഐ മീൻ ലൈക്ക് ബാക്ക് ചെയ്ത് ഡോക്കിൽ സാധനം ചെയ്യാറില്ല. എന്നിരുന്നാലും കമ്പനി വിടും. എങ്കിലും അവിടെ സാധനം കൊണ്ടെത്തിച്ചോ, ആ കമ്പനിയിൽ വേറെ ഏതെങ്കിലും ഡ്രൈവർമാർ വരില്ലോ, ആ ഡ്രൈവർക്ക് ഈ പൈസ കൊടുക്കുക, അവനെ കൊണ്ട് ബാക്കപ്പ് അടിച്ചോ, $20 കൊടുക്കുക അതിന്. ഇത് എന്റെ കൂട്ടുകാരന്മാര് പണ്ട് ചെയ്തിട്ടുള്ള പണിയാണ്. അവിടെ എനിക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് അറിയണത്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലായപ്പോ അവരത് മാറ്റി ബാക്കപ്പ് വരെയൊക്കെ അറിയാവുന്ന ഒരാളെ മാത്രമാണ് കൊണ്ടുപോകണത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ കമ്പനിക്കാര് കുറച്ച് സെലക്റ്റീവ്, അവർക്കൂടെ ഫൈൻ കിട്ടണു, പ്രശ്നങ്ങൾ ഉണ്ടാവണത് കാണുമ്പോൾ അവരെന്ത് ചെയ്യാ, അവരും സോർട്ട് ഔട്ട് ചെയ്യും. അപ്പൊ ലാംഗ്വേജ് ടെസ്റ്റ് എന്നുള്ള സാധനം വരും. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇനി കാനഡ അല്ലെങ്കിൽ ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോ ഭാഷ പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഒരു അടിത്തറയില്ലാത്ത ഒരു ബിൽഡിങ് പണിയണ അവസ്ഥയിൽ നമ്മൾ പോവും. അപ്പൊ അതുണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന വിസ എന്തായിക്കോട്ടെ. ഇപ്പൊ ചില ആൾക്കാർ കളിക്ക് പോണ സാരി വിസ, പാവാട വിസ, പാവാട അല്ല എന്ത് വിസയിലായിക്കോട്ടെ, മനസ്സിലായില്ല, ഒന്നും നമുക്ക് വിഷയമല്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മിനിമം നാട്ടിൽ നിന്ന് ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ IELTSന്റെയോ എങ്ങനെയെങ്കിലും നമ്മുടെ ലാംഗ്വേജ് ഒന്ന് പിക്കപ്പ് ആക്കുക. കാരണം ഇവിടെ വന്നിട്ട് പപ്പ അടിക്കരുത്. കാരണം ഞാൻ ആ പുള്ളിയുടെ മോൻ കണ്ടപ്പോ എനിക്ക് സാധാരണ എനിക്ക് ദേഷ്യം വരും, ഇയാൾ സ്ഥലം മെനക്കെടുത്താൻ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര നിസ്സഹായത തോന്നി. കാരണം ഒന്നാമത്തെ കാര്യം, ഇത്രയും പ്രായമായിട്ടും അയാൾ ട്രക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അയാളുടെ ലയബിലിറ്റികൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും.
നമ്മളേക്കും വിചാരിക്കുമോ അവനേക്കും വെറുതെ വയസ്സാകാലത്ത് കുടുംബത്തിരുന്ന പോരെന്ന്. പക്ഷെ ആ കുടുംബത്തിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഇയാൾ ഈ പണിക്ക് ഇറങ്ങിയിരിക്കണേ. തീർച്ചയായിട്ടും അങ്ങനെയാ, അല്ലാതെ ഒന്നും ആരും ഇറങ്ങില്ല. അപ്പോ എന്നിട്ട് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ വരും. ഒരു സ്ഥലത്ത് ഓടിക്കാൻ പോകാൻ പറ്റില്ല. ഇതിപ്പോ US ഇങ്ങനെ വന്നതിന്റെ പേരിൽ ഇങ്ങനെ വന്നില്ലേ, ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിൽ ആ പെണ്ണ് ഇപ്പൊ നേരെ കംപ്ലൈന്റ് ചെയ്യാണ്, നിങ്ങൾ ഡ്രൈവർക്ക് ലാംഗ്വേജ് അറിയില്ല, അരമണിക്കൂർ പുള്ളി ലൈനപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നൈസായിട്ട് അവിടെ നിന്ന് മാറ്റുക. കാരണം അടുത്ത ആൾക്കാരോട് റെഡി മണിപ്പ് ആകാം. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഈ ഭാഷയുടെ കാര്യത്തില്, അയാളുടെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി. കാരണം നിവൃത്തിയില്ല. ഇപ്പൊ എന്നോട് പറയാ ഇനിയിപ്പോ നാളെ ട്രക്കിംഗ് ഒന്നുമില്ല, പുതിയൊരു ഫീൽഡ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാ. കാരണം നമുക്ക് അതിനുള്ള പ്രായമായി. നമ്മൾ വീണ്ടും അടുത്തൊരു സാധനം പിടിച്ചിട്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണത്, കാനഡ ഇവിടെ ഉണ്ടാവും, ട്രക്കിംഗ് ഇവിടെ ഉണ്ടാവും, എല്ലാം ഇവിടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഭാഷയുടെ കാര്യത്തിൽ അവർ കുറച്ചും കൂടി ഒന്ന് സ്ട്രിക്റ്റ് ആവും. അപ്പൊ നമ്മൾ അതനുസരിച്ച് കുറച്ചൊന്ന് ആയില്ലെങ്കിൽ വിവരം അറിയും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താം. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ, പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ഇതേമാതിരി ആദ്യം പോണത് US ട്രിപ്പ് പോണു. അപ്പൊ കമ്പനി എന്ന് പറഞ്ഞു നിന്റെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഭയങ്കര ഒരു ഡ്രൈവറുടെ കൂടെ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. ഇയാൾക്ക് നേരത്തെ ഇതറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ ഇവൻ ഗൾഫിലേക്ക് ഉണ്ടായിരുന്നതാ, അതിന്റെ ഇവന് അത്യാവശ്യം ഹിന്ദി അറിയാം. അങ്ങനെ സംസാരിച്ചു നിന്നപ്പോ പുള്ളി 5-6 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ പോയിട്ട് ജാതി തള്ള അങ്ങനെ പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവര് ബാക്കപ്പ് ചെയ്യാനായിട്ട് റോഡ് ഒരെണ്ണം ബ്ലോക്ക് ചെയ്യണം. റോട്ടിൽ നിന്ന് വേണം ഇത് ഇങ്ങനെ ബാക്കപ്പ് ചെയ്യാനായിട്ട്, റിവേഴ്സ് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ലോഡ് ചെയ്യാനായിട്ടുള്ള ഡോക്കിലേക്ക് നിർത്താൻ. അങ്ങനെ ഇവൻ പറഞ്ഞ് ആശാൻ പറഞ്ഞു എന്നോട്, എടാ നീ ഇറങ്ങിയിട്ട് റോഡ് ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു, ഞാൻ ബാക്കപ്പ് ഇട്ടെ എന്ന് പറയണം. അങ്ങനെ ഇവൻ നേരെ ഇറങ്ങി പോരട്ടെ ഇത് പറഞ്ഞു നിന്ന് കുറച്ച് ഇപ്പൊ വണ്ടി ഇങ്ങനെ അനങ്ങണില്ല. അപ്പൊ ഇയാളിപ്പോ വിചാരിച്ചു ഓക്കെ അതിപ്പോ അനങ്ങും എന്നുള്ളതിൽ നോക്കി നിന്നിട്ട് ഇവനപ്പോഴും ഈ വണ്ടിക്കാരൻ മുഴുവൻ, കാരണം തുടക്കത്തിന് ആവേശമാണ്. കാരണം ഒരു അമേരിക്കയിൽ പോയിട്ട് റോഡേക്കും ബ്ലോക്ക് ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ മോശമാണ്. അപ്പൊ റോഡിന്റെ പകുതിക്ക് ഈ ട്രക്കും ട്രെയിലറും കിടക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നാട്ടിലെ പോലീസ് കളി അവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് പറഞ്ഞിട്ട് ജാതി ഷോ കാണിക്കില്ല. അങ്ങനെ കാണിച്ച് ഒരു 2-3 മിനിറ്റ് ആയിട്ടും വണ്ടി അപ്പൊ ഇവ ഇങ്ങനെ എടുത്തോളം കാണിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും അനങ്ങനില്ല വണ്ടി. പതുക്കെ പോയിട്ട് നോക്കിപ്പോണ്ടോ ഡ്രൈവർ സീറ്റിലാളില്ല. അപ്പൊ ഇവൻ ഈ വണ്ടിക്കാര് കിടന്ന് ഹോൺ അടിച്ചു തുടങ്ങി, കാറുകാരെ. അപ്പൊ ഇവൻ പതുക്കെ അവിടെ ഉണ്ട്, പതുക്കെ ഒരു പിടുത്തില്ല എവിടേക്ക് പോണത്. പിന്നെ പെട്ടെന്ന് റിസീവിംഗ് ബോർഡ് കണ്ടു, ഓടി ചെന്ന് നോക്കിയപ്പോയില്ലേ ഇവന്റെ ഈ ആശാൻ എന്ന് പറഞ്ഞ ആള് അവിടെ കിട്ടുന്നിട്ട് എല്ലാ ഡ്രൈവർമാര് കാല് പിടിക്കുക, ഒന്ന് ബാക്കപ്പ് ഇട്ടതാവും എനിക്ക് പറ്റില്ല അത് പറഞ്ഞിട്ട്. ഇതാണ് അവസ്ഥ പണ്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അന്ന് നടക്കുമായിരുന്നു. 5, 8, 10 ആ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നടന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞ മാതിരി ഇംഗ്ലീഷ് അറിയണ്ട, ബാക്കപ്പ് അറിയണ്ട, ഇത് ഇരിക്കുക, അത് നേരത്തെ പോകേണ്ട ഓടിച്ചാൽ എത്തിക്കറിഞ്ഞാൽ മതി, തരാം, ജോലിയാണ്. ആ അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പൊ അതല്ല അവസ്ഥ. ഇപ്പൊ എല്ലാം മര്യാദയ്ക്ക് അറിയും വേണം, ഒപ്പം ഭാഷയും വേണം. അപ്പൊ നമ്മുടെ ആൾക്കാര് വെറുതെ വന്നിട്ട് ഇങ്ങനെ ചാടിക്കയറി ഒന്നും ചെയ്യരുത് കേട്ടാ. ഈ ഒരു അവസ്ഥ കണ്ടപ്പോ, ആ അപ്പാപ്പന്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോ ഈ അപ്പാപ്പന് നമ്മുടെ മക്കളാരും ഇങ്ങനെ ആവരുത് എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അതൊരു ദുരാഗ്രഹമല്ലല്ലോ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ മാതിരി വീണ്ടും കാണാം. ശരി എന്നാ.